പിതാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ പത്രോസിൽ എഴുതിയ 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം ഇപ്രകാരമാണ്: ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിപ്പിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. നമ്മളിൽ വേണ്ടുന്നത് പരിശുദ്ധിയും വിശുദ്ധിയുമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളിൽ എന്തുണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം, പരിശുദ്ധി ഉണ്ടാകണം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ ആ പരിശുദ്ധമായ കരത്തിലേക്ക് നാം പിടിക്കണമെങ്കിൽ നമ്മിൽ പരിശുദ്ധി നിലനിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ നമ്മൾ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കണം. എല്ലാവരും ചിന്തിക്കും, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഭൗതിക നേട്ടങ്ങളുണ്ടാകുമെന്ന്. ഭൗതിക നേട്ടം ഉണ്ടാകത്തില്ലെന്നല്ല, ഉണ്ടാകും. പക്ഷേ നമ്മൾ ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് ശോധനകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ പരീക്ഷിക്കാനായി ഒരുപാട് ശോധനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വർണ്ണം അഗ്നിക്കകത്തിട്ട് ഉരുക്കുന്നത് പോലെ നമ്മളെ ഉരുക്കിയെടുക്കും. ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യർ ദൈവം അപ്രകാരം ചെയ്യും. അതുകൊണ്ട് ആ ഉരുക്കിയ വാർക്കലിലൊക്കെ നമ്മൾ നിന്ന് കൊടുത്താൽ നമ്മളുടെ സ്വർഗീയ അപ്പച്ചൻ്റെ സിംഹാസനം, സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി വസിക്കുന്ന സ്വർഗീയ പിതാവിനോടൊപ്പം ജീവിക്കുവാൻ നമുക്കും ദൈവം നിത്യജീവൻ തന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 7000 പേരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞത് വെറുതെ ഒന്നും അല്ല. അത് ഒരുപാട് ശോധനയിൽ നിന്ന് അതിജീവിച്ചവരാണ്. നമ്മളൊക്കെ ചിന്തിക്കും, പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 7000 പേര് സിസ്റ്റർമാരും അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ആയിരിക്കാമെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൂടെ വസിക്കുന്നവരാണ്, അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ യേശുവിൻ്റെ കൂടെ വസിക്കുകയാണെങ്കിൽ, നമ്മൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ, നമ്മൾ ഈ സഹനത്തിൽ നിന്നെല്ലാം ശോധന ചെയ്ത് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൽ നല്ല ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കും ആ 7000 പേരിൽ ഒരാളായി മാറാം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം പരിശുദ്ധനാണ്. നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? നമ്മൾ മാനസികമായി ഒരുങ്ങിയിരിക്കണം. കർത്താവിനെ ഏത് സമയമാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്, നമ്മൾ പോകാൻ ഒരുങ്ങിയിരിക്കണം. പക്ഷേ കർത്താവ് വിളിക്കുന്ന സമയത്ത് പോയാൽ മതി. കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാന്ന് പറഞ്ഞ് ഓടിപ്പോയി മരിക്കുകയൊന്നും വേണ്ട. കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. കർത്താവിൻ്റെ മക്കളെ നേടിയെടുക്കണം. നമ്മുടെ ആത്മാക്കളെ, മറ്റുള്ള ആത്മാക്കളെ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതിൽ വലിയ നന്മകളൊന്നും ഇല്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നന്മകൾ എൻ്റെ യേശുപ്പച്ചനിൽ നിലനിന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പങ്കുവെക്കാനുണ്ട്. സ്വർഗത്തിൽ അപ്പച്ചൻ എനിക്ക് വേണ്ടി കരുതിയ ഒരുപാട് നന്മകൾ, അതെല്ലാം ഞാൻ ഇനി വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് പോലും വായിക്കാനോ എഴുതാനോ അറിയാൻ വയ്യാത്ത എന്നെ കർത്താവ് ഇത്രമാത്രം എടുത്ത് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ കോടാനുകോടി മഹത്തായ കൃപയോട് കൂടി കോടാനുകോടി നന്മകൾ പറയുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അനുദിനം ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ സ്തുതിപ്പിലും പ്രാർത്ഥനയിലും എല്ലാം ഞാൻ നിങ്ങളെ എല്ലാവരും ഓർക്കും. നിങ്ങളെല്ലാവരും എന്നെ ഓർക്കണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ വാത്സല്യ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അപ്പച്ച. ഈ ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം എല്ലാ വ്യക്തി ജീവിതങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അപ്പം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും, വിശേഷാൽ കർത്താവെ ഇപ്പം പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം കൊണ്ട് നിങ്ങളെ എല്ലാം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.